2 ദിവസത്തിന് ശേഷം സോഫിയും ഡെയിനും ജീനിയും 3 പേരും ഒരുമിച്ചാണ് എഡ്ഡിയെ കാണാനെത്തിയത്. സോഫി ചേച്ചിയുടെ മുഖത്തെ സന്തോഷം കണ്ടതും എഡ്ഡി അവരെ 3 പേരെയും സംശയത്തോടെ മാറി മാറി നോക്കി. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത്? അവൻ്റെ മുഖഭാവം കണ്ടു ഡെയിൻ ചോദിച്ചു. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? പ്ലീസ് അതൊന്ന് പറ. സോഫി ചേച്ചി, ചേച്ചി എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ വേഗം ഒന്ന് പറയുന്നുണ്ടോ? മനുഷ്യനിവിടെ തീ തിന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ടേ മണിക്കൂറുകളായി. 3 കൂടി ആ ഡോക്ടറെ കാണാൻ പോയിട്ടേ ഒരു വിവരമില്ലാതെ ഞാനിവിടെ ടെൻഷൻ അടിച്ച് മരിക്കാറായി കിടക്കുവാണ്. എന്നാൽ ഇനി ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ആ ഡോക്ടറെ വിശദമായി കണ്ടു, സംസാരിച്ചു. പിടിച്ചകത്തിയിടും, ജാമ്യം പോലും കിട്ടില്ല, അഴിയെണ്ണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പേടിച്ച് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. സത്യമോ? എന്ത് സത്യം? എഡ്ഡിക്കൊന്നും മനസ്സിലായില്ല. നിന്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. എല്ലാ സിസിലി ആൻറ്റിയുടെ വളഞ്ഞ ബുദ്ധിയായിരുന്നു. അതവരുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു ഡോക്ടറാണത്രേ. കൂട്ടിനാ ഡയാനയും. ഡെൽമയെ ഒഴിവാക്കി ഡയാനയെ കൊണ്ട് നിന്നെ കെട്ടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അതിന് അമ്മച്ചിയെ കരുവാക്കിയായിരുന്നു. അമ്മച്ചി പറഞ്ഞതുപോലെ ഡെൽമ നിന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഇന്നും അതിൻ്റെ പേരിലാണ് അവൾ നിന്നെ അകറ്റി നിർത്തുന്നത്. ഇതൊക്കെ കേട്ടതും എഡ്ഡിയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. ഒപ്പം സിസിലി ആൻറ്റിയോടും ഡയാനയോടും തീർത്താൽ തീരാത്ത പകയും ദേഷ്യവും തോന്നി. പകയൊക്കെ പിന്നീട് വിട്ടാം, ആദ്യം അവളെ ഒന്ന് കാണണം, എല്ലാത്തിലും മാപ്പ് ചോദിക്കണം. എത്രയും പെട്ടെന്ന് അവന് ഡെൽമയുടെ അരികിലെത്തിയാൽ മതിയെന്ന് തോന്നി. അവളെ നെഞ്ചോട് ചേർക്കണമെന്ന് തോന്നി. എല്ലാവരും കൂടി വേദനിപ്പിച്ചതിൻ്റെ ഇരട്ടി അവളെ സന്തോഷിപ്പിക്കണമെന്ന് തോന്നി. പിറ്റേന്ന് തന്നെ എഡ്ഡി ഡെൽമയുടെ അരികിലേക്ക് തിരിച്ചു. പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് 7 മണിക്ക് തന്നെ ഡെൽമ വീട്ടിലേക്കെത്തി. മുറിയിൽ ചെന്ന് ഡോറും ലോക്ക് ചെയ്ത് സാരി മാറാൻ നേരാണ് പിറകിൽ നിന്ന് 2 കൈകൾ വന്ന് അവളെ ഇറുകെ പുണരുന്നത്. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പരിചിതമായ അവൻ്റെ ഗന്ധം അവൾ വൈകാതെ തിരിച്ചറിഞ്ഞു. ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് പുഞ്ചിരിയോടെ മുന്നിൽ നിൽക്കുന്ന എഡ്ഡിയാണ്. ഒരു നിമിഷം താൻ കാണുന്നത് സ്വപ്നമാണോ എന്നവൾക്ക് തോന്നിപ്പോയി. സ്വയം കയ്യിൽ നുള്ളി നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന്. ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ അവൾ അവനെ ഇറുകെ പുണർന്നു. അവളുടെ കണ്ണുനീർ അവൻ്റെ തോള് നനയിപ്പിച്ചുകൊണ്ടിരുന്നു. കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്നെന്തോ ഓർത്തുപോലെ അവൾ അവനിൽ നിന്നും അടർന്നു മാറി ഒരു സോറിയും പറഞ്ഞ് മുഖം തിരിച്ചു നിന്നു. അവനിൽ നിന്ന് അകന്നു മാറാൻ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മാറി നിന്നല്ലേ പറ്റൂ. ഒരേ സമയം സങ്കടവും സന്തോഷവും ഒരുപോലെ വന്ന് കണ്ണു നിറയാൻ തുടങ്ങി. കണ്ണുനീർ അവൻ കാണാതിരിക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു. മാറിൽ നിന്ന് ഊർന്നു വീണ് കിടക്കുന്ന സാരി അവളുടെ തോളിലിട്ട് കൊടുത്തു. അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. അന്നേരമാണ് അവൾക്ക് മനസ്സിലായത് ഇത്രയും നേരം താൻ എങ്ങനെയാണ് അവന് മുന്നിൽ നിന്നതെന്ന്. അതോർത്തപ്പോൾ അവൾക്ക് ജാള്യത തോന്നി. അവനെ പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി എന്ന് വേണം പറയാൻ. തല കുനിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളുടെ മുഖം പിടിച്ചവൻ മെല്ലെ ഉയർത്തി. അന്നേരം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. അന്നേരത്തെ അവൻ്റെ നോട്ടം മതിയായിരുന്നു അവൻ എല്ലാ കാര്യവും മനസ്സിലാക്കിയെന്നറിയാൻ. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണല്ലേ? നിങ്ങളുടെ മുഖം കണ്ടാലറിയാം എല്ലാം അറിഞ്ഞൂന്ന്. എന്നാൽ വേണ്ട, ഇനി എന്നെ സ്നേഹിക്കണ്ട. എന്നെ സ്നേഹിക്കാൻ കൊള്ളത്തില്ല. എന്നെ ഇച്ഛായന് വേണ്ട. എനിക്ക് ആ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയില്ല. അവൻ്റെ മുഖത്ത് നോക്കാതെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഏറ്റവും യോഗ്യത നിനക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടിയത്. ഇത്രയും നാൾ നിനക്ക് വേണ്ടി കാത്തിരുന്നത്. വീണ്ടും നിന്നിലേക്ക് തന്നെ മടങ്ങിയെത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ എൻ്റെ ഭാര്യയെ ഒരുപാട് വേദനിപ്പിച്ചു എന്നൊരു തോന്നൽ ഈ മനസ്സ് നോവിപ്പിച്ച് വിട്ടാണല്ലോ ഞാൻ അന്ന് പോയത്. അതാണ് ഇതൊക്കെ. കർത്താവെ, എനിക്ക് അറിഞ്ഞു തന്ന ശിക്ഷയാ. ഈ കൈ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കേട്ടോ. വേദനിപ്പിച്ചതിന് സോറി പറയാൻ വന്നതാ. എന്നോട് ക്ഷമിക്കില്ലേ? പറ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്. ഞാനല്ലേ ഓരോന്ന് ചെയ്ത് കൂട്ടിയത്. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. അതൊക്കെ എന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടല്ലേ. എല്ലാം എനിക്ക് മനസ്സിലായി. ഇനിയും എനിക്ക് വയ്യ പിരിഞ്ഞിരിക്കാൻ. എനിക്ക് വേണം നിന്നെ. ഇനി ഒരിക്കലും ഞാൻ കൈവിടാതെ നോക്കിക്കോളാം. എനിക്ക് വേണം നിന്നെ. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്കറിയാം ഇത് സഹതാപം കൊണ്ടുള്ള സ്നേഹമാണ്. എനിക്ക് ഈ സ്നേഹം വേണ്ടാഞ്ഞിട്ടല്ലേ ഞാൻ ഇത്രയും നാൾ അകന്നു നിന്നത്. സഹതാപമോ? അതിൻ്റെ ആവശ്യം എന്താ? നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയാം ഇപ്പോൾ ഇച്ചായനടക്കം എല്ലാവരും അറിഞ്ഞു കാണും എനിക്കൊരമ്മയാവാൻ പറ്റില്ല എന്നും. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഇച്ചായൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതെന്നും. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ. നിങ്ങൾക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അമ്മച്ചി ചെയ്തത് തന്നെയാണ് ശരി. എന്നെ നിങ്ങൾ മറന്നേക്ക്. ഡെൽമ ഉള്ളിലെ വിഷമം പുറത്ത് കാണിക്കാതെ പറഞ്ഞു. മറന്നു കളയാനോ? അതിനു വേണ്ടിയാണോ ഇത്രയും നാൾ കാത്തിരുന്നത്? നിനക്ക് പറ്റുമോ അത്? ഇല്ല, നിനക്കും പറ്റില്ല. അതിനുള്ള തെളിവാണല്ലോ ഞാൻ കിട്ടിയ മിന്ന്. അതിന്ന് നീ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടില്ലേ? അതാണ് നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതും പറഞ്ഞ് അവനവളുടെ കോളർ ബ്ലൗസിനകത്ത് ഒളിപ്പിച്ച് വെച്ച മിന്നെടുത്ത് പുറത്തെടുത്തു. ഇതെൻ്റെ മരണം വരെ കൂടെ കാണും. ഇതാണ് എൻ്റെ ശക്തി.
ഇതാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഇത് മാത്രം എന്നോട് ചോദിക്കരുത്, ഞാൻ തരില്ല. എങ്കിൽ ഈ മിന്നിൻ്റെ അവകാശിയായ ഞാനും കൂടി നിന്റെ കൂടെ കാണും. നിനക്കൊരു അമ്മയാവാൻ പറ്റില്ല എന്നായിരുന്നല്ലോ നിന്റെ സംശയം. തീർച്ചയായും പറ്റും. അത് ഞാൻ തെളിയിച്ചു തന്നാൽ പോരെ? എങ്ങനെ? അതും കൂടി ഞാൻ പറയണം? വേണമെങ്കിൽ പറയാം. ആ ചെവി ഇങ്ങോട്ട് കാണിക്ക്. നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഡോക്ടർ പറഞ്ഞതാണല്ലോ എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. അവളുടെ അമ്മൂമ്മയുടെ ഒരു ഡോക്ടർ എന്ത് തേങ്ങ പറഞ്ഞു എന്നാ? ആ സിസിലി ആൻറ്റിയും ഡയാനയും കൂടി ആ ഡോക്ടറെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചതാ നമ്മളെ തമ്മിൽ അകറ്റാൻ. ഇല്ല, ഇച്ചായൻ ചുമ്മാ പറയുന്നതാ എന്നെ സമാധാനിപ്പിക്കാൻ. എനിക്കറിയാം ഇക്കാര്യം അറിഞ്ഞ ഇച്ചായൻ എന്നെ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ലെന്ന്. പക്ഷെ ഒരു കുഞ്ഞില്ലാതെ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥാണ് ഉണ്ടാവാൻ പോകുന്നത്? അതുകൊണ്ട് വേണ്ട, ഇച്ചായൻ എന്നെ സ്നേഹിക്കണ്ട. ഓഹ്, വീണ്ടും തുടങ്ങി. നീ ആരാടി കണ്ണീർ പരമ്പരയിലെ നായികയാ? അവളുടെ ഒരു ത്യാഗം. നിനക്ക് കളക്ടർ ഉദ്യോഗത്തേക്കാൾ നല്ലതേ സീരിയൽ അഭിനയമാണ് കേട്ടോ. ഇടി, നീ എനിക്ക് ആദ്യം ഒരു അവസരം താ. അത് തന്നാലല്ലേ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അവളെ ഒളിക്കണ്ടിട്ട് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അത് മനസ്സിലായെന്ന പോലെ അവളുടെ മുഖം അന്നേരം നാണത്താൽ താഴ്ന്നു പോയി. ഒരു വർഷം കൊണ്ട് ഇവിടെ 1 അല്ല 9 കൊച്ചുങ്ങൾ ഓടി നടക്കും. നീ നോക്കിക്കോ. 1 വർഷം കൊണ്ട് 9? അതെങ്ങനെ? സോറി, ആ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ. 2 നടക്കൂട്ടോ, ട്വിൻസായാൽ നടക്കുമല്ലോ അല്ലേ? ഞാൻ അതാ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് റെഡിയായിക്കോ. എല്ലാ അർത്ഥത്തിലും എൻ്റേത് മാത്രമാവാൻ. അതും പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിച്ചു കവളിൽ അമർത്തി മുത്തി. അന്നേരം അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. പക്ഷെ അപ്പോഴവളുടെ മനസ്സിൽ സംശയങ്ങൾ ബാക്കിയായി. അതോടെ അവളുടെ മുഖം വീണ്ടും വാടി തുടങ്ങി. അത് മനസ്സിലായെന്ന പോലെ അവൻ അവളുടെ കാതോരം പറഞ്ഞു, ഈ കൈ 2 ദിവസം കൊണ്ട് നേരെയാവും. അത് കഴിഞ്ഞേ നമുക്കൊരു ട്രിപ്പ് പോയാലോ? നിന്റെ ഈ മൂടൊക്കെ അന്നേരം ഓക്കെ ആയിക്കോളും. അതിൻ്റെ കൂടെ അവനതും പറഞ്ഞൊന്ന് നിർത്തി. അതിൻ്റെ കൂടെ ഞാൻ നിന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കും. ഞാൻ നിനക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി എന്നെ കൊണ്ട് വയ്യ. എനിക്ക് പ്രായം കൂടി വരിക. അത് വല്ലതും നിനക്കറിയോ? സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് വൈകാതെ നിന്നെ തേടി എല്ലാവരും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടേ അതിനു മുൻപ് നമുക്കിവിടെ നിന്ന് മുങ്ങണം. അമ്മച്ചി പറയുക നിന്നെ കൂട്ടി ചെല്ലാൻ. ഞാൻ അമ്മച്ചിയെ വെല്ലുവിളിച്ചിട്ടാ പോകുന്നത്. ഇത്രയും നാൾ കൊച്ചിൻ്റെ പേരും പറഞ്ഞ അമ്മച്ചിയാണല്ലോ നമ്മൾ അകറ്റിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുള്ളൂ എന്ന്. അതുകൊണ്ട് നീ മാക്സിമം സഹകരിക്കണം കേട്ടോ. പക അത് വീട്ടാനുള്ളതാണ് മോളെ. അവൻ്റെ പറച്ചിൽ കേട്ടതും അവൾക്ക് ചിരി വന്നു പോയി. അങ്ങനെ അവൻ്റെ കൈ ഓക്കെ ആയതും ഡെൽമയും എട്ടിനും പറന്നു അങ്ങ് മാലിദ്വീപിലേക്ക്. ബാക്കിയായ അവരുടെ ഫസ്റ്റ് നൈറ്റും ഹണിമൂണും ഒരുമിച്ച് ആഘോഷിക്കാൻ അതിനനുസരിച്ചുള്ള സെറ്റപ്പായിരുന്നു അവരവിടെ ഒരുക്കിയത്. മുറിയിലെ ഡെക്കറേഷൻസും സെറ്റപ്പും കണ്ട് ഡെൽമ കണ്ണ് തള്ളിയിരിപ്പാണ്. അവളുടെ കിളി പോയുള്ള നോട്ടവും നിൽപ്പും കണ്ട് അവൻ അവളെ എന്താ എന്നർത്ഥത്തിൽ നോക്കി. അല്ല, ഇതൊക്കെ എന്താ? ഒന്നും അറിയാത്ത പോലെ അവൾ ചോദിച്ചതും പിറകിലൂടെ വന്ന് അവനവളെ ഇറുകെ പുണർന്നു. അതെ, മോളിവിടെ വന്നത് മാൽഡീവ്സിലെ സ്വർണ്ണ മത്സ്യങ്ങളുടെ കുടിവെള്ള പദ്ധതിയിൽ ഒപ്പുവെക്കാനാ? അതിനല്ല, പിന്നെ എന്തിനാ? ഇവിടേക്ക് കാണണം, ആസ്വദിക്കണം, അതിനൊക്കെയല്ലേ. പിന്നെ കാണാനൊക്കെ ഇനിയൊരു തവണ വരാം. ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചില്ല. മുഴുവൻ സമയം ഇതിനകത്ത് എൻജോയ് ചെയ്യണം. ഉണ്ണണം, ഉറങ്ങണം, പിന്നെ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട്? അതും ഇവിടെ? വർക്കൗട്ട് കാണിച്ചു തരട്ടെ എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ഇതാണ് ഇവിടുത്തെ വർക്കൗട്ട് എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഫസ്റ്റ് നൈറ്റ് രാത്രി നടത്തുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി. അതുകൊണ്ട് എഡി നിമിഷങ്ങൾ തള്ളി നീക്കി കാത്തിരുന്നു. എഡി കൊടുത്ത നൈറ്റ് വെയറും ധരിച്ചു വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഡെൽമയ്ക്ക് അവന് മുന്നിൽ നിൽക്കാൻ ചമ്മൽ തോന്നി. അവൻ അന്നേരം മുറിയിലെ കാൻഡിൽ ലൈറ്റ്സ് തെളിയിക്കുകയായിരുന്നു. ആ മെഴുകുതിരി നാളങ്ങളുടെ ഇരുണ്ട വെളിച്ചത്തിൽ അവൻ അവളെ ഇമച്ചിമാതെ നോക്കി നിന്നു. അവൻ്റെ പ്രണയം കലർന്ന ആ നോട്ടം അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടർത്തി. അവൾക്ക് നേരെ തിരിഞ്ഞ് ഒരു മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചു. അവൾക്ക് നേരെ തൻ്റെ വലത് കൈ നീട്ടിയതും അവൾ അവനെ ഒന്ന് നോക്കി. അവൾ അവൻ്റെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചു. അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു കാതിലൊന്ന് മുത്തിയ ശേഷം പറഞ്ഞു, വാ ഫുഡ് കഴിക്കാം. അത് കേട്ടതും അവൾ അവൻ ചിരി സമ്മാനിച്ചു. മുറിയുടെ ബാൽക്കണിയിൽ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്തിരുന്നു. അത് കണ്ടതും അവൾ അവനെ ഒന്ന് നോക്കി. അന്നേരം അവൻ പുരികം പൊക്കിയതും അവൾ ഒന്നുമില്ലെന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചു. ഇരുവരും ടേബിളിന് ഇരുവശത്തായിരുന്നു പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ഇരുവരും പരസ്പരം കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. 2 ഗ്ലാസുകളിലായി ഒഴിച്ചു വെച്ചിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നെടുത്ത് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി. കർത്താവേ, ഇതൊന്നും ഞാൻ കുടിക്കില്ല, എനിക്ക് വേണ്ട. എൻ്റെ പെണ്ണേ, നീ വിചാരിക്കുന്ന സാധനമൊന്നും അല്ലാത്. നീ ഇത് തന്നെ പറയും എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ കോക്ടൈലിന് പകരം മോക്ടൈലാണ് ചൂസ് ചെയ്തത്. ഇത് നോൺ ആൽക്കഹോളിക് ആണ്. അത് കേട്ടതും അവളത് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തു.
ഓ നശിപ്പിച്ചു. ഒരു ചിയേഴ്സ് പറയാനുള്ള മര്യാദ പോലും ഇല്ലടി കോപ്പേ. ഓ മൾഡീവ്സിലായാലും ഈ തെറിക്ക് ഒരു കുറവില്ലല്ലേ. എനിക്കും അറിയാം നല്ല പച്ചത്തെറി. വിളിക്കട്ടെ? ഒന്ന് വിളിച്ചു നോക്ക്, അപ്പോൾ അറിയാം ഞാൻ ആരാണെന്ന്. താൻ പോടാ പിള്ളേര് പിടുത്തക്കാരാ. ഡി 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 നീ എൻ്റെ മൂഡ് കളയല്ലേ. നീ ആ ഗ്ലാസ്സിന് മുട്ടിച്ചേ ഒരു ചിയേഴ്സ് പറഞ്ഞിട്ട് എടുത്ത് മോന്താ നോക്ക്. ചിയേഴ്സ് പറയാൻ ഇത് ആൽക്കഹോൾ അല്ലല്ലോ. എൽമയും വിട്ടുകൊടുത്തില്ല. ചിയേഴ്സ് എന്ന് പറയുന്നതേ ഒരു സന്തോഷ പ്രകടനമാണ്. എന്തേലും ഡ്രിങ്ക്സ് കുടിക്കുന്നത് മുൻപ് ഒന്ന് വിഷ് ചെയ്യുക, അതാണ് അതിനർത്ഥം. കോമൺ ആയി മദ്യപിക്കുമ്പോഴാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. എങ്കിലും ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. കേട്ടോടി പുന്നാര മോളെ. നിങ്ങളിവിടെ വന്നത് എനിക്ക് ക്ലാസ് എടുക്കാനാണോ അതോ നീയല്ലേ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്? ആ എന്നാ പിടിച്ചോ ചിയേഴ്സ് എന്നും പറഞ്ഞവൾ താല്പര്യമില്ലാത്ത മട്ടിൽ ഗ്ലാസ് മുട്ടിച്ചു. ബ്ലഡി അൺറൊമാൻറ്റിക് മൂരാച്ചി വൈഫ് എന്നും പറഞ്ഞവൻ അവളെ ഒന്ന് നോക്കി. ആരാടാ അൺറൊമാൻറ്റിക്? പറ പറ, ഞാനാണോ എന്ന് പറ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അവൾ എഴുന്നേറ്റു. കർത്താവെ, ഇവളിപ്പോൾ നാഗവല്ലിയായി എൻ്റെ ഫസ്റ്റ് നൈറ്റ് കൊളാക്കും. ഇതുപോലുള്ള പുസ്തക പുഴുവിനെയും IAS കാര്യം കിട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയും മെരുക്കിയേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് അവൻ പറഞ്ഞു. എൻ്റെ പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അതിനിങ്ങനെ BP കൂട്ടണോ? ആര് BP കൂട്ടി? എൻ്റെ BP കറക്റ്റാണ്. തനിക്കൊരു ധാരണയുണ്ട് താൻ വലിയ റൊമാൻറ്റിക് ഹീറോ ആണെന്ന്. കാണിച്ചു തരാട്ടോ. അതും പറഞ്ഞവൾ എഴുന്നേറ്റ് വന്ന് അവൻ അരികിലേക്ക് നടന്നു. എൻ്റെ പൊന്നു നാക്ക്, എന്നെ ഇത്രയും വലിയ പണി തരുമെന്ന് കരുതിയില്ല. ഇവൾ എന്തിനുള്ള പുറപ്പാടാണാവോ ഇങ്ങനെ പഞ്ഞിക്കിടാണ് എന്നും പറഞ്ഞ് അവളെ ഒന്ന് നോക്കി ചിരിച്ചു. എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിച്ചു ചുണ്ടോട് ചേർത്ത് ടേബിളിൽ വെച്ചു. ശേഷം അവനെ ഒന്ന് നോക്കി അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു. ശേഷം സാലഡ് പ്ലേറ്റിൽ നിന്ന് ഒരു ക്യാരറ്റ് എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചു കസേരയിൽ ചാരിയിരിക്കുന്ന അവൻ്റെ വായ്ക്കകത്ത് വെച്ചു കൊടുത്തു. വിടർന്ന മുഖത്തോടെ അവൻ അതിൽ നിന്ന് ചെറിയ കഷ്ണം കഴിച്ചെടുത്തു. അന്നേരം അവൾ അവൻ്റെ മൂക്കിൽ മൂക്ക് കൊണ്ട് ഉരസിയ ശേഷം ബാക്കി അവൾ കഴിച്ചു. ഇപ്പോഴോ എന്ന പോലെ അന്നേരം അവൾ അവന് പുരുകമുയർത്തി ഒന്ന് നോക്കി. അന്നേരം അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. പ്ലേറ്റ് കയ്യിൽ പിടിച്ച് അവൻ്റെ മടിയിൽ ഇരുന്നു കൊണ്ട് അവൾ അവന് വാരിക്കൊടുത്തു. ഇരുവരും ഒരുമിച്ച് പ്രണയം കലർന്ന നോട്ടത്തോടെ ഡിന്നർ ആസ്വദിച്ചു കഴിച്ചു. പിന്നെ കുറച്ചു നേരം അവിടെ സ്വയം സമയം ചിലവഴിച്ച ശേഷം അവളെയും കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു. അവളെ ബെഡിലേക്ക് കിടത്തി കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു അവളെ മൊത്തത്തിലൊന്ന് നോക്കി. മുട്ടിന് മുകളിലായി വരുന്ന ആ നിശാവസ്ത്രത്തിൽ അവളുടെ ഉടലിൻ്റെ സൗന്ദര്യം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം മുതൽ കാൽപാദം വരെ വല്ലാത്ത ഭാവത്തിലവൻ നോക്കി. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണിറുക്കി അടച്ചു. മുഖത്തേക്ക് റോസാ ഇതളുകൾ വീഴുന്നത് പോലെ തോന്നിയതും അവൾ കണ്ണു തുറന്നു. ബെഡിൽ കിടക്കുന്ന റോസാപ്പൂവിൻ്റെ ഇതളുകൾ കൈക്കുമ്പിളിൽ കോരിയെടുത്തു അവളുടെ മുഖത്തേക്ക് വിതറി. അവൻ്റെ പ്രണയം കലർന്ന നോട്ടത്തിലും ഭാവത്തിലും അന്നേരം അവൾ അടിമപ്പെട്ടു പോയി. ഇമച്ചിമ്മാതെ തന്നെ നോക്കുന്ന അവൻ്റെ മിഴികളിൽ അവളുടെ മിഴികൾ ഉടക്കി. അവൻ്റെ മുഖം താഴ്ന്നു വരുന്നതിനനുസരിച്ച് അവൾ മുഖം ഒരു വശത്തേക്ക് ചരിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതോരം പതിഞ്ഞു. ഇങ്ങോട്ട് നോക്ക് പെണ്ണേ. അവൻ്റെ സ്വരം അത്രയും ആർദ്രമായിരുന്നു. ദേ പെട്ടെന്ന് തിരിഞ്ഞു. ഇല്ലേലേ റൊമാൻസൊക്കെ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചേ ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കൂട്ടോ. അത് കേട്ടതും അവൾ അവനെ മുഖം വീർപ്പിച്ച് നോക്കി. ഇങ്ങനെ നോക്കല്ല പെണ്ണേ, ഞാനിങ്ങ് കഴിച്ചെടുക്കും എന്നും പറഞ്ഞ് അവളുടെ ചുണ്ടിന് നേരെ ചുണ്ടടിപ്പിച്ചതും അവൾ അവൻ്റെ ചുണ്ടിന് കുറുകെ അവളുടെ വിരലിൽ ഒന്ന് മുത്തിയ ശേഷം വിരലെടുത്ത് മാറ്റി അവളുടെ ചുണ്ടോട് ചുണ്ടടിപ്പിച്ചു. ഇരുവരുടെയും വിശ്വാസങ്ങൾ തമ്മിൽ കലർന്നു. അവളുടെ ചുണ്ടിനെ ചുണ്ടിനാലും നാവിനാലും തഴുകി പതിയെ നുണയാൻ തുടങ്ങി. വളരെ മൃദുവായി തുടങ്ങിയ ചുംബനം അധികം വൈകാതെ തീവ്രതയേറി തുടങ്ങി. അതിനനുസരിച്ച് അവൻ്റെ കൈ അവളുടെ ഉടലിനെ തഴുകിയുണർത്തി. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു. അവളുടെ കിതപ്പൊന്നടങ്ങിയതും അവൻ്റെ ചുണ്ടുകൾ പുതിയ തീരം തേടി തുടങ്ങി. അവന് തടസ്സമായതെല്ലാം അവളിൽ നിന്ന് അടർത്തി മാറ്റി അവൻ ആ പെണ്ണുടലിൻ്റെ സൗന്ദര്യം വല്ലാത്ത ഭാവത്തിൽ നോക്കി. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണിറുക്കി അടച്ചു. അവൻ്റെ പല്ല് കവളിൽ അമർന്നതും അവൾ കണ്ണ് വലിച്ചു തുറന്നു. എനിക്ക് വേദനിച്ചിട്ടോ. ഇനിയും കണ്ണടച്ചാൽ എനിക്ക് അടിക്കുന്നത് മറ്റു പലർത്തും ആയിരിക്കും എന്നവൻ പറഞ്ഞതും അവൻ അവളെ ദയനീയമായി നോക്കി പറഞ്ഞു. ഇച്ചായ, എനിക്കെന്തോ. എന്തിനായി നാണം? നിന്നെ ഞാൻ സ്വന്താക്കുന്നത് ആദ്യമായിട്ടാണേലും ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ കണ്ടതാ. നിനക്ക് വയ്യാത്തപ്പോൾ ആരാ ഒരാഴ്ച ലീവെടുത്ത് കൊത്തിയിരുന്ന് നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്? എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്നവൻ പറഞ്ഞതും അവൾ അവനെ ചുണ്ടുകൂട്ടി നോക്കി. ആ ഒരു നോട്ടം മതിയായിരുന്നു അവൻ്റെ കൺട്രോൾ പോവാൻ. അവളിലെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തിയതും അവളിലെ പെണ്ണും എന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. അത് മനസ്സിലായതും അവൻ അവളിൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി. ഇരു ശരീരവും ഒന്നായി ഒരു ചാറ്റൽ മഴ പോലെ തുടങ്ങി ഒടുവിൽ ഒരു പേമാരിയായി അവൻ അവളെ പെയ്തിറങ്ങി.
അവൻ സമ്മാനിക്കുന്ന ഓരോ കുഞ്ഞു നോവുകളും അവൻ അവൻ്റെ ചുണ്ടുകളുടെ മാന്ത്രികതയാൽ ഒപ്പിയെടുത്തു അവളിൽ അതൊരു സുഖമുള്ള അനുഭൂതിയാക്കി മാറ്റി. ഒടുവിലൊരു കിതപ്പോടെ അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി കിടന്നതും അവൾ ശരിക്കും തളർന്നു പോയിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ ഇരുവരും നിദ്രയെ പുൽകി. പിറ്റേന്ന് ഇരുവരും ഏറെ പ്രണയത്തോടെയാണ് പുലരിയെ വരവേറ്റതും. മുറിയോട് ചേർന്നൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും അവിടെ ഉണ്ടായിരുന്നു. എഴുന്നേൽക്കാൻ മടിച്ചു നിന്ന് അവളെയും കോരിയെടുത്ത് നേരെ ചെന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അവളെയും എടുത്ത് വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടമായിരുന്നു. അന്നേരമാണ് അവൾ കണ്ണു തുറന്ന് നോക്കുന്നത് പോലും. അവിടെയുള്ള ഓരോ ദിനരാത്രങ്ങളും ഇരുവരെയും പ്രണയത്തിൻ്റെയും രതിയുടെയും മായാലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരാഴ്ച അവിടെ സ്പെൻഡ് ചെയ്ത് മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളുമായി ഇരുവരും നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തിയ ഇരുവരും പതിവ് പോലെ അവരവരുടെ ജോലിയിലേക്ക് പ്രവേശിച്ചു. ഇരുവരുടെയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അവർക്ക് മാത്രമായി കുറച്ച് നല്ല നിമിഷങ്ങൾ ചെലവഴിക്കാൻ ഇരുവരും പ്രത്യേകം ശ്രദ്ധിച്ചു. ദിവസങ്ങളും ആഴ്ചകളും വീണ്ടും കൊഴിഞ്ഞു വീണു. ഇരുവരും ഒന്നായതോടെ ഇരു വീട്ടുകാരും ഡെൽമയെ കാണാൻ വേണ്ടി വന്നിരുന്നു. എല്ലാവർക്കും ഒന്ന് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞതൊക്കെ മറന്ന് അങ്ങോട്ട് ചെല്ലണമെന്നത്. അവൾ അന്നേരമൊക്കെ എഡിയെ നോക്കും. അവനാണെങ്കിൽ അന്നേരം വേണ്ട എന്ന പോലെ കണ്ണടിച്ച് കാണിക്കും. ഇനി ഒരിക്കൽ വരാം, ഇപ്പോൾ തിരക്കാണ് എന്നും പറഞ്ഞവൻ ഒഴിഞ്ഞു മാറി. ഇതിനിടയിൽ എഡിയും ഇവിടേക്ക് തന്നെ ട്രാൻസ്ഫറിന് ശ്രമിച്ചു. വൈകാതെ അവൻ അവിടുത്തെ DCP ആയി ചാർജ് എടുത്തു. പതിവിലും വിപരീതമായുള്ള ക്ഷീണവും തലകറക്കവും പീരീഡ്സ് ലേറ്റായതും ഒക്കെ ആയപ്പോഴാണ് ഡെൽമ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് താൻ ഒരമ്മയാവാൻ പോകുന്നു എന്നറിഞ്ഞതും അവൾ പിന്നെ നിലത്തൊന്നുമല്ലായിരുന്നു. 4 വർഷം കൊണ്ട് ഒഴുക്കി തീർത്ത കണ്ണുനീർ അതാർക്ക് പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമാണല്ലോ അമ്മയാവുക എന്നത്. അതിന് തനിക്ക് കഴിവില്ല എന്നറിഞ്ഞപ്പോൾ താനൊരു പാഴ്ജന്മം ആയിപ്പോയല്ലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഡെൽമ ആരോടും പറയാതെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ്. അധികാരം കയ്യിൽ വന്നെന്ന് കരുതി ജീവിതശൈലിയിൽ ഒട്ടും മാറ്റം വരുത്താത്ത ഒരാളായിരുന്നു അവൾ. അതിനാൽ ഓട്ടോയിലായിരുന്നു അവളുടെ അന്നേരത്തെ യാത്ര. ഫാർമസിയിൽ നിന്നും ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ ലീവും പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. അന്നേരം എഡിയെ വിളിക്കണം എന്നവൾക്ക് തോന്നി. ഫോൺ എടുത്ത് എഡിയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ നമ്പർ ഡിസ്പ്ലേയിൽ തെളിഞ്ഞതും എഡിയുടെ മുഖമൊന്ന് വിടർന്നു. ഹലോ കളക്ടർ മാഡം, എന്താണ് ഈ നേരത്ത്? ചുമ്മാ എനിക്ക് വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. ഇഷ്ടമായില്ലേ വെച്ചേക്കാം. ഇത് ഡ്യൂട്ടി ടൈമാണ് മോളെ. ഈയിടെയായി മാഡം നല്ല പോലെ ഉഴപ്പുന്നുണ്ടല്ലോ. നിന്നെ പോലെ കണ്ണും പൂട്ടി സൈൻ ചെയ്യേണ്ട ഡ്യൂട്ടിയല്ല എനിക്കുള്ളത്. എനിക്ക് അത്യാവശ്യം തടിയാണെങ്കിൽ പണിയെടുക്കണം കേട്ടോ. ഓ, വലിയ കാര്യമായിപ്പോയി. പിന്നെ ഞാനിപ്പോൾ ഓഫീസിലല്ല ഉള്ളത്, വീട്ടിലാണ്. വീട്ടിലോ? അതെന്ത് പറ്റി? അതൊക്കെ പറയാം. പിന്നെ ഇപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്തിനാ? വർക്കൗട്ട് ചെയ്യാനാ? ഒന്ന് പോ അവിടുന്ന്. ഏത് നേരവും അതേ ഓർമ്മയുള്ളൂ. നിങ്ങളുടെ വർക്കൗട്ട് ഞാൻ നിർത്തുന്നുണ്ട്. വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ. എൻ്റെ പെണ്ണെ, നമ്മളാണ് ബാക്കിയുള്ളവർക്ക് മാതൃക ആവേണ്ടത്. ഡ്യൂട്ടി ടൈമിൽ റൊമാൻസ് കളിച്ചാലേ ശരിയാവത്തില്ല. ഐ ആം റിയലി സോറി. മോൾ വെച്ചിട്ട് പോകാൻ നോക്ക് പ്ലീസ്. ഇച്ചായ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതൊക്കെ നമുക്ക് രാത്രി പറയാം. 8 മണിയാകുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. അപ്പം നമുക്ക് വിശദമായി ഇരുന്ന് സംസാരിക്കാം, പോരെ? ഓക്കെ എന്നും പറഞ്ഞവൻ കോൾ അവസാനിപ്പിച്ചു. അന്നേരം ഡെൽമയ്ക്ക് അവനോട് ചെറിയ പരിഭവം തോന്നി. ജോലിയുടെ കാര്യത്തിൽ അവനെന്നും അങ്ങനെയാണ്. ആള് ഭയങ്കര സ്ട്രിക്റ്റാണ്. അത് ഓർത്തതും അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. 8 മണി ആവാറായതും ഡെൽമ ശ്വാസം അടക്കി പിടിച്ചു അവൻ്റെ വരവും കാത്തു നിൽപ്പാണ്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. നേരത്തെ താൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വന്നിട്ട് ആദ്യം ആൾ ചോദിക്കുക അതായിരിക്കും. അവനോട് എങ്ങനെ പറയണം എന്നവൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിരുന്നേൽ അതെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്കായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ സൂചിപ്പിക്കും എന്നും ആലോചിച്ച് അവൾ ചിരിയോടെ ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും തൊട്ടടുത്ത നിമിഷം പുഞ്ചിരിക്ക് പകരം ഭയം സ്ഥാനം പിടിച്ചു. അവളുടെ കൈ അറിയാതെ അവളുടെ വയറിൽ അമർന്നു.